അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. അപ്പോൾ നിങ്ങൾ തമ്പനെ കണ്ടതുപോലെ എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ബിഗ് ബോസ് മലയാളം 7 കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് ആരൊക്കെയാണെന്നുള്ളൊരു ചെറിയൊരു ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ യൂട്യൂബിലുള്ള കുറേ റിവ്യൂസ്, അതായത് ബിഗ് ബോസ് റിവ്യൂസ് പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ പേരുകളുണ്ട്. അപ്പം അത് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ പേരുകളാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. അപ്പം ആരൊക്കെയാണ് എൻ്റെ രീതിയിൽ ഞാൻ വീഡിയോസ് കണ്ടതിൽ നിന്നും എനിക്ക് വരാൻ ചാൻസ് ഉള്ളവരുടെ പേരോടാണ് ഞാൻ പറയുന്നത്. അതായത് കുറേ ആൾക്കാർ റിപ്പീറ്റായിട്ട് പറയുന്ന ആളും എനിക്ക് ഇവർ വരും എന്നൊരു 90% ഉറപ്പുള്ളവരുടെ പേരാണ് ഞാനിപ്പോൾ തൽക്കാലം പറഞ്ഞത്. ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് പറയാൻ പോകുന്നത്. പിന്നെ കുറച്ച് നമുക്ക് കുറേ കഴിയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കൺഫേം ആയിട്ട് വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് കുറേ കേട്ട് കാണിപ്പം നമ്മുടെ സുധിയുടെ വൈഫായ രേണു സുധിയുടെ പേരാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. ഫസ്റ്റ് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ യൂട്യൂബ് ബിഗ് ബോസ് റിവ്യൂ വരുന്ന ആൾക്കാർ വന്ന് ഫസ്റ്റ് പേര് തന്നെ പറയുന്നത് രേണു സുധിയുടെ ആയിരിക്കും. ഇപ്പം രേണു സുധി വരാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. സെക്കൻഡ് ചാൻസ് ഇതുപോലെ തന്നെ രേണു സുധിയോട്ട് തന്നെ ആൾക്കാരെ പറഞ്ഞ് ജാസി, ട്രാൻസ്ജെൻഡറായ ജാസിയുടെ പേരും ഇതുപോലെ വരുന്നുണ്ട്. ഫസ്റ്റ് രേണുസുധിൻ്റെ കുറേ കേൾക്കുന്നു. ഇപ്പോൾ കുറേ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് രേണുസുധി. സെക്കൻഡായിട്ട് ജാസിയുടെ പേരാണ് കൂടുതലും കേൾക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ജാസി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് ആദിത്യൻ എനിക്കൊന്ന് ജയൻ്റെ അനന്തരവനോ അങ്ങനെ ആദിത്യനെ കുറിച്ചിട്ട് അമ്പിളിദേവിയുടെ എക്സ് ഹസ്ബൻഡായ ആദിത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ രോഹൻ, നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന രോഹൻ, കഴിഞ്ഞിടയിൽ ബിഗ് ബോസ് ഷൂവിലൊക്കെ പെട്ടാണ് രോഹൻ. എനിക്ക് തോന്നുന്ന ആൾക്കാർ രോഹനെ കുറിച്ച് പറയുന്നുണ്ട്. മിക്കവാറും അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് വരുമെന്ന് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാൻ ഉള്ളത് അതുപോലെ തന്നെ അനുമോൾ, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഫെയിമായ അനുമോൾ. അതുപോലെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആൾക്കാർ പറയുന്നതാണ് അനുമോൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സീമാജി നായരുടെ പേര് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സീമാജി നായർ കഴിഞ്ഞ വർഷവും ഈ അനുമോളുടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സീമാജി നായരുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിനീഷ് ബാസിൽ, നമ്മുടെ സ്റ്റാർ മാജിക്കിലുള്ള ബിനീഷ് ബാസിലിൻ്റെ പേരും അതും കുറേ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ബിനീഷ് ബാസിലിൻ്റെ പേരും ഇങ്ങനെ കുറേ ആയിട്ട് പറയുന്നുണ്ട് ആൾക്കാർ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ രേഖയുടെ പേര്, നമ്മുടെ സീരിയൽ ആക്ട്രസസ്സായ രേഖയുടെ പേര്. അതായത് എനിക്ക് പരസ്പര സീരിയലിലൊക്കെ എനിക്ക് കുറേ ട്രോളൊക്കെ കിട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. പരസ്പര സീരിയലിലെ രേഖ സീരിയൽ നടിയായ രേഖയുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ ജിഷിൻ നമ്മുടെ സീരിയൽ ആക്ടറായ ജിഷിൻ്റെ പേര് പറയുന്നുണ്ട്. ഇവരൊക്കെ വരാൻ ചാൻസസ് കൂടുതലുള്ള ആൾക്കാർ, എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, യൂട്യൂബറായിട്ടുള്ള കൊച്ചുവിൻ്റെ പേര് പറയുന്നുണ്ട്. അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഒറിജിനൽ പേര് മറന്നുപോയി. കൊച്ചു എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. കൊച്ചുവിൻ്റെ പേര് പറയുന്നുണ്ട് ആൾക്കാർ. പിന്നെ വരുന്നത് റോഹൻ പറഞ്ഞല്ലോ, രോഹൻ വരുന്നുണ്ട്, ബിനീഷ് വരുന്നുണ്ട്, മായ സീരിയൽ ആക്ട്രസസ് മായയുടെ പേര് പറയുന്നുണ്ട്. എനിക്കൊന്ന് മായയുടെ കുറേ നാളായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നി. ഇങ്ങനെ മായയുടെ പേര് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. മായയുടെ പേര് കുറേ നാളായിട്ട്, എന്ന് വെച്ചാൽ കുറേ ബിഗ് ബോസിൽ കുറേ നാളായിട്ട് മായയുടെ പേര് ഇവരൊക്കെ വരാൻ ചാൻസസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വന്നാലും കുറേ ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തൊക്കെയായാലും അവർ കളിക്കുന്നതിൻ്റെ വിട്ടിരിക്കും. അപ്പം ഇത്രയും ആൾക്കാരാണ് ഞാൻ കുറേ ദിവസമായിട്ട് യൂട്യൂബ് നോക്കുമ്പോൾ അല്ലാതെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാർ പറയുന്ന പേര്. കണ്ടിന്യൂസിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പേരുകൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരൊക്കെ എനിക്ക് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ വരട്ടെ, കളിക്കട്ടെ. കുറേ നാളെ ഞാനും ബിഗ് ബോസ് പോകുന്നതായിരിക്കും എന്ന് തോന്നുന്നു.
ഓക്കെ. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റ. ബൈ ബൈ.